ദിവ്യ, ഇന്ന് പൊതുവെ വാർത്തകൾ ഡൽഹിയിൽ നിന്ന് കുറവാണ്. എങ്കിലും കർഷക പ്രതിഷേധം ഡൽഹിയിലെ പഞ്ചാബ് അതിർത്തികളിലടക്കം ശക്തമായി തന്നെ തുടരുകയാണ്. ഖനൌരിയിൽ നമുക്കറിയാം കർഷക നേതാവായ ജഗ്ദീപ് സിംഗ് ദല്ലേവാൾ കഴിഞ്ഞ 29 ദിവസമായി അദ്ദേഹം നിരാഹാര സമരം തുടരുകയാണ്. മരണം വരെ സമരം തുടരുമെന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നാളെ ഒരു മാസം പിന്നിടുകയാണ് സമരം. ആ ഒരു വേളയിൽ വിവിധ സ്ഥലങ്ങളിൽ നിരാഹാര സമരം സംഘടിപ്പിക്കുവാനാണ് ഇപ്പോൾ കർഷക സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മെഴുകുതിരി മാർച്ച് അടക്കം കർഷകർ നടത്തിയിരുന്നു. കേന്ദ്ര സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഈ പോരാട്ടം തുടരുമെന്ന് തന്നെ കർഷകർ വ്യക്തമാക്കുന്നു. എന്തായാലും ശക്തമായ പോരാട്ടം തുടരും. നമുക്കറിയാം ഡൽഹി ചലോ മാർച്ചുമായി കർഷകർ മുന്നോട്ട് വരുന്ന സാഹചര്യങ്ങളിലെല്ലാം അവർ തടയുന്നൊരു നിലപാടുണ്ടായിരുന്നു. അവർക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്ന ഒരു നിലപാടിലേക്ക് പോലീസ് പോകുന്നുവെന്ന വിമർശനവും ശക്തമായിരിക്കുന്നു. എന്തായാലും തങ്ങളുടെ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് കർഷകർ വ്യക്തമാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഡൽഹിയിൽ രേഖപ്പെടുത്തുന്ന കുറഞ്ഞ താപനില എന്ന് പറയുന്നത് 5 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ്. ഇപ്പോൾ ഡൽഹി വിമാനത്താവളത്തിൽ മൂടൽമഞ്ഞ് രൂക്ഷമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിമാന സർവീസുകളെ അടക്കം ബാധിക്കുമെന്നും യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ടതിന് ശേഷം മാത്രം വിമാനത്താവളത്തിലേക്ക് എത്തുവാനുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്തായാലും ഇതുകൂടാതെ തന്നെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും നടക്കുകയാണ്. കോൺഗ്രസ് കഴിഞ്ഞ ദിവസം 26 സ്ഥാനാർത്ഥികളെ കൂടെ പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ ഒരു വാശിയിലേക്കും കാര്യങ്ങൾ പോവുകയാണ്.